വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്ന് ജനകീയ ഇടപെടലുകളിലൂടെ നാടിന്റെ പ്രിയങ്കരനായി മാറിയ വി.പി. മുഹമ്മദ് ഹനീഫ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി പ്രചാരണം തുടങ്ങി. രാഷ്ട്രീയ എതിരാളികളോട് പോലും പുലർത്തുന്ന വ്യക്തിബന്ധവും മികച്ച ഭരണപരിചയവും പെരിന്തൽമണ്ണ തിരിച്ചുപിടിക്കാൻ LDF-ന് കരുത്താകുമെന്നാണ് വിലയിരുത്തൽ. കൊളത്തൂർ നാഷണൽ സ്കൂളിലെ പഠനകാലത്ത് SFIയിലൂടെ പൊതുരംഗത്തെത്തിയ വി.പി. മുഹമ്മദ് ഹനീഫ DYFI ബ്ലോക്ക് ഭാരവാഹി, CPIM കുരുവമ്പലം LC സെക്രട്ടറി, പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ രാഷ്ട്രീയ രംഗത്ത് സജീവമാണ്. തന്റെ 24-ാം വയസ്സിൽ പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ ഹനീഫ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അധ്യക്ഷന്മാരിൽ ഒരാളായിരുന്നു. 15 വർഷം നീണ്ട ഭരണകാലയളവിൽ പുലാമന്തോളിന്റെ വികസനത്തിൽ മുഹമ്മദ് ഹനീഫ വഹിച്ച പങ്ക് ഈ തെരഞ്ഞെടുപ്പിൽ സഹായകമാകുമെന്ന് CPM നേതാക്കൾ പറയുന്നു. ജനപ്രതിനിധിയായിട്ടുണ്ട്, 3 തവണ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. നിലവിൽ പെരിന്തൽമണ്ണ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ചെയർമാനാണ്. പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പുലാമന്തോൾ പഞ്ചായത്തിൽ നേതൃത്വം കൊടുക്കാൻ സഖാവിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിലേക്ക് ഏറ്റവും ഫിറ്റായിട്ടുള്ള പറ്റിയിട്ടുള്ള കാൻഡിഡേറ്റാണ് സഖാവ് വി.പി. മുഹമ്മദ് ഹനീഫ. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ വികസന കുതിപ്പുണ്ടാകുന്നതിന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സാധിക്കും. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ കേരളമാകെ LDF വിജയിക്കുന്നതിൻ്റെ കൂടെ പെരിന്തൽമണ്ണയും വലിയ വിജയം LDF-ന് നേടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. രാഷ്ട്രീയ എതിരാളികളോട് പോലും പുലർത്തുന്ന വ്യക്തിബന്ധവും മികച്ച ഭരണപരിചയവും പെരിന്തൽമണ്ണ തിരിച്ചുപിടിക്കാൻ LDF-ന് കരുത്താകുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ പെരിന്തൽമണ്ണ അർബൻ ബാങ്ക് ചെയർമാനാണ് വി.പി. മുഹമ്മദ് ഹനീഫ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതിൻ്റെ കൂടെ പെരിന്തൽമണ്ണയും ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഈ മണ്ഡലത്തിലെ സാധ്യത പാർട്ടി സഖാക്കൾ പരമാവധി ശക്തമായി ഉപയോഗപ്പെടുത്തും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. CCN പെരിന്തൽമണ്ണ.